ഇതൊന്നും സന്ദർശിക്കാൻ പാടില്ല. വ്യത്യസ്ത തരം ഫുഡുകൾ കഴിക്കാൻ പാടില്ല. നോർമൽ ഫുഡ് മാത്രമേ കഴിക്കാവൂ. മൾട്ടി കളറുള്ള മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാൻ പാടില്ല. അനാവശ്യമായ സ്ഥലങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യൽ സയൻസും കണക്കും ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ഐടിയും മലയാളവും അറബും സംസ്കൃതവും ഒക്കെ ഓരോ സ്ഥലങ്ങളായി നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളെ ആ സ്ഥലങ്ങൾ നിങ്ങൾ നേരിട്ട് പോയി സന്ദർശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൺമുമ്പിൽ കണ്ട ഒരു വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷത്തിലെ ഓരോ ശിഖരങ്ങൾ ആ ഓരോ വിഷയത്തിന്റെ ശിഖരങ്ങളാണ്. ആ ശിഖരങ്ങൾ തളർന്നു നിൽക്കുന്ന ഇലകളുണ്ടല്ലോ, ആ ഓരോ ഇലകൾ ആ ഓരോ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ആ ഇലകൾക്കിടയിലൂടെ ഫലിക്കാൻ പോകുന്ന പുഷ്പിക്കാൻ പോകുന്ന ഫലങ്ങളുണ്ടല്ലോ, നാളെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ്. വളരെ ഭംഗിയായി പരീക്ഷ എഴുതുക. ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ ആമയും കുറുക്കനും പറഞ്ഞതുപോലെ ഒരു കടൽത്തീരത്ത് ഒരു ആമയും കുറുക്കനും ഒത്തുകൂടുന്നു. കുറുക്കൻ ആമയെ വകവരുത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നു. നിമിഷ നേരം കൊണ്ട് ആമയെ കൊല്ലാൻ കഴിയും. ആമ കുറുക്കനോട് പറയുന്നു, എന്നെ നീ ഒറ്റ വിഴുങ്ങിന് തിന്നാൻ പാടില്ല, എന്നെ കഷ്ണം കഷ്ണമായി നീ തിന്നണം. ആമ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആമയുടെ അവസാന നിമിഷം ആ പ്രദേശം കാല് കുത്തി മറിഞ്ഞ്, മനസ്സിലാകുന്നുണ്ടോ? കുട്ടികൾ കളിച്ചിട്ട് പോകുമ്പോ കളിസ്ഥലത്തിന്റെ ഒരു രൂപഭാഗമില്ലേ, അതേപോലെ കടൽ തീരത്തെ കുത്തിമറിച്ച് കുഴിയും കുണ്ടുമാക്കി മാറ്റിയിട്ട് കുറുക്കന്റെ മുമ്പിൽ പറഞ്ഞു, ഇനി നീ എന്നെ തിന്നോളൂ. തിന്നു കഴിയുമ്പോൾ എന്റെ ഏതെങ്കിലുമൊക്കെ അംശങ്ങൾ, കാലിന്റെ തൊലിയുടെ തോടുകളുടെ അംശങ്ങൾ നീ ഇവിടെ അവശേഷിപ്പിക്കണം. എന്തിനാണെന്നറിയോ? എന്റെ തലമുറ ഇതുവഴി നടന്നു വരുമ്പോൾ ഒരു ആമ ചത്തത് മൽപിടുത്തത്തിലൂടെയാണെന്ന് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങളെ ഈ ലോകത്ത് അടയാളപ്പെടുത്തണം. നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ടാകണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ അംബാസഡർ ആകണം. അത്തരത്തിൽ നിങ്ങളുടെ കരിയർ ഫിക്സ് ചെയ്യുക.